ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വയനയിലയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിനെന്തൊക്കെയാണ് ചേരുവയെന്ന് നമുക്ക് നോക്കാം. തെരളി, കുമ്പിളപ്പം, ഇങ്ങനെ പല പേരിലും പല സ്ഥലത്തും പറയും. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവ പാളയംകുടൻ പഴമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഇതിനാവശ്യത്തിനുള്ള പഴം എടുക്കാം. ഏത് പഴം ചേർക്കുന്നതിനേക്കാളും രുചി ഈ പാളയംകുടൻ പഴം ചേർക്കുമ്പോഴാണ് കിട്ടുക. തേങ്ങ ചിരകിയെടുക്കാം. ഞാനിതിന് വേണ്ടി ഇവിടെ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മാവ് ഇതിന് വേണ്ടി കുഴച്ചെടുക്കുമ്പോൾ എത്ര നനവ് വേണം, എത്ര വെള്ളം എടുത്താൽ നനവ് കുഴച്ചെടുക്കേണ്ട നനവ് ഉണ്ടാവും, അത് കണക്ക് കൂട്ടിയിട്ട് ശർക്കര എടുക്കണം. ശർക്കര ഇതിൻ്റെ മധുരം എത്രയാണെന്ന് മാവ് നോക്കിയിട്ട് കണക്ക് കൂട്ടണം. അപ്പോൾ ഞാനിവിടെ ഇതിന് 2 ബൗള് വെള്ളം എടുത്തിട്ടുണ്ട്, ശർക്കര ഉരുക്കി അരിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും വെള്ളമാകുമ്പോൾ ശർക്കരയും കൂടെ ഉരുകി വരുമ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന അത്രയും പാനി കിട്ടും. ഇനി നമുക്ക് എല്ലാത്തിനും കൂടി വേണ്ടിയുള്ള ഉപ്പ് ഇതിലിടാം. ഏലക്കായ പൊടിച്ചത് ഇതിലിടാം. ഇനി ഇതൊന്ന് ഉരുക്കി അരിച്ചെടുത്ത് വരാം. ഈ പഴം ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ആ തിളയോടുകൂടി തന്നെ ഈ മാവിലോട്ട് ഒഴിച്ച് കുഴയ്ക്കണം. അരിമാവായാലും അങ്ങനെ തന്നെ, ഗോതമ്പ് മാവായാലും അങ്ങനെ തന്നെ. തേങ്ങ ചേർക്കാം. പഴം ഇതിനി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കാഷ്യൂനട്ടോ കപ്പലണ്ടിയോ എന്തെങ്കിലും ചേർക്കുന്നെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ എണ്ണ തടവി അതിനുശേഷം കുറച്ച് ഇല നിരത്തി, എന്നിട്ട് കുറച്ച് മാവ് ഇതിൽ നിന്നും ഇതിനകത്തോട്ട് വെച്ചിട്ട് അതും സ്റ്റീം ചെയ്തെടുക്കാം. ഇത് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഇലയുടെ നിറം എല്ലാം മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. ശകലമെങ്കിലും പച്ച നിറം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതെല്ലാം വെന്തിട്ടുണ്ട്. മധുരം നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കറക്റ്റിനിടുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഡയബറ്റിക്കാർക്ക് മധുരം ഒത്തിരിയും വേണ്ടെങ്കിൽ ചേർക്കണ്ട. കാരണം പഴവും തേങ്ങയും നല്ല ഇലയുടെ മണവും ഒക്കെ നല്ലതായിട്ട് കിട്ടുമ്പോൾ മധുരം പ്രശ്നമാവത്തില്ല. പിന്നെ ഓയിൽ ഫുഡ് അല്ലാത്തത് കൊണ്ട് അതും പേടിക്കണ്ട. എന്തുകൊണ്ടും ഹെൽത്തി. അങ്ങനെ നമ്മുടെ വയനയിലയപ്പം ശരിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വന്നു കിട്ടും. ലൈക്ക് ചെയ്യണേ.